നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഒന്നടങ്കം വേദനിച്ചതായിരുന്നു ഡോക്ടർ വന്ദന ദാസിൻ്റെ മരണം. ആ ഒരു സഹോദരിയുടെ മുഖം ഇപ്പോഴും ഒരുപക്ഷെ എന്നും നമ്മുടെയൊക്കെ തന്നെ മനസ്സിലുണ്ടാകും. ഡോക്ടർ വന്ദന ദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇന്നായിരുന്നു വിധി വന്നിരുന്നത്. പ്രതിയായിട്ടുള്ള സന്ദീപിനെ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയും പ്രതി ഒടുക്കണമെന്നാണ് കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശിക്ഷാവിധിയിന്മേലുള്ള വാദങ്ങൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് കോടതി വിധി പ്രസ്താവിച്ചത്. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വച്ച് അതിക്രൂരമായ കൊലപാതകം നടന്നത്. ഈ കൊലപാതകത്തിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശിക്ഷാവിധിയിൽ വാദം നടന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമായി കണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലപ്പെടുന്ന നിമിഷം വരെയും മറ്റുള്ളവർക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച വന്ദന തൻ്റെ കൊലയാളിയുടെ ശരീരത്തിലെ പരിക്കുകൾ ചികിത്സിച്ചുകൊണ്ടിരുന്നതാണ്. അവരെയാണ് പ്രതി ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി 23 തവണ അതിക്രൂരമായി കുത്തിയത്. പ്രതിയുടെ അതിക്രൂര മാനസികാവസ്ഥ വെളിവാക്കുന്നതായിരുന്നു ഈ ഒരു കൊലപാതകം. വേദന കൊണ്ട് അലറിക്കരഞ്ഞ വന്ദനയെ പിടിച്ചിരുത്തി തല മുതൽ കാൽ വരെ മാരകമായി ആക്രമിച്ച പ്രതിയുടെ പ്രവൃത്തികൾ പ്രോസിക്യൂട്ടർ കോടതിയിൽ വിവരിച്ചു. ഇവിടെ എന്താണ് ഡോക്ടർ വന്ദന ചെയ്തത്? തൻ്റെ ആശുപത്രിയിൽ എത്തിയ രോഗിയെ, തൻ്റെ കടമ ആ രോഗിയെ ശുശ്രൂഷിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു തെറ്റും ചെയ്യാത്ത ഈ ഒരു വന്ദനയെ അതേ പ്രതി തന്നെ 23 തവണയോളം ആ പ്രതിയുടെ മറ്റെന്തെങ്കിലും ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള മാനസികാവസ്ഥയുടെ പേരിൽ ഈ ഡോക്ടറെ, തന്നെ പരിചരിച്ച ഡോക്ടറെ തന്നെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുന്നത്. എന്നാൽ കുറ്റം ചെയ്തത് കരുതി കൂട്ടിയില്ലെന്നും പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. പ്രതി ആയുധം പുറത്തുനിന്ന് കൊണ്ടുവരികയോ മറ്റോ ചെയ്തിരുന്നില്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. കൊലപാതകം, വധശ്രമം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ പോലീസ് ചുമത്തിയ വകുപ്പുകളിലെല്ലാം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് നേരത്തെ തന്നെ മെഡിക്കൽ ബോർഡ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിശദമായ വാദം കേട്ട ശേഷമാണ് സെഷൻസ് ജഡ്ജി PN വിനോദ് ശിക്ഷ വിധിച്ചത്. വിധി കേൾക്കാൻ വന്ദനയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ കോടതിയിൽ എത്തിയിരുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. 70 സാക്ഷികളും 27 രേഖകളും 23 തൊണ്ടി മുതലുകളുമാണ് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ആശുപത്രികളിലെ സുരക്ഷയെക്കുറിച്ച് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച കേസായിരുന്നു ഇത്. കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ച് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതി സന്ദീപ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 307, 326, 324, 323, 341, 201 എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തതായി അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3, 4 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യവും പ്രതി ചെയ്തതായി തെളിഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ശിക്ഷാവിധി. തനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന വാദമുയർത്തി രക്ഷപ്പെടാനാണ് പ്രതി കോടതിയിൽ ശ്രമിച്ചത്. എന്നാൽ കേസ് അന്വേഷണത്തിലും വിചാരണ വേളയിലും അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും പുലർത്തിയ നിതാന്ത ജാഗ്രത മൂലം പ്രതിഭാഗത്തിന്റെ നീക്കങ്ങൾ പൊളിയുകയായിരുന്നു. സന്ദീപ് മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനാകുന്നയാളാണെന്ന് തെളിയിക്കാൻ പ്രതിഭാഗം മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയിരുന്നു. ഇതേപ്പറ്റി വിശദമായ വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നിരിക്കുന്നത്. ഏതായാലും ഇതിനുശേഷം ഡോക്ടർ വന്ദനയുടെ അമ്മയടക്കം പ്രതികരിച്ചിരുന്നു. വളരെ കണ്ണീരോട് കൂടിയിട്ടാണ് അവരുടെ ഏക മകളുടെ മരണത്തിൻ്റെ ആ ഒരു വിധി കേൾക്കാനായിട്ട് അവരെത്തിയത്. തീർച്ചയായിട്ടും അപ്പീൽ പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കേരളം കാത്തിരുന്ന ഒരു വിധിയായിരുന്നു. ശിക്ഷ പ്രതിക്ക് കുറഞ്ഞുപോയി എന്ന് തന്നെയാണ് വീട്ടുകാരും അതുപോലെ തന്നെ കോടതിയിൽ അവരുടെ വക്കീൽ ഡോക്ടർ വന്ദന ദാസിന് വേണ്ടി വാദിച്ച വക്കീലും അടക്കം നിരത്തിയിരിക്കുന്ന വാദങ്ങൾ.